പ്രിയപ്പെട്ട സാവ് ശശികുമാർ, ഡോക്ടർ PS ശ്രീകല, മോഡറേറ്റർ ഡോക്ടർ പ്രിൻസൻ സാമുവൽ, വേദിയിലുള്ള മറ്റു ബഹുമാന്യരെ, പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഒരു വർത്തമാനത്തിന് പറ്റിയ ഹാളല്ല. എനിക്ക് തോന്നുന്നേ നമുക്ക് ഈ സെമിനാർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിഞ്ഞുകൂടാ. ഇപ്പം ഞങ്ങൾ ചെയ്യാൻ പോണ പോലെ 4 പേര് വർത്തമാനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് സിമ്പോസിയം കേട്ടോ. സെമിനാർ എന്ന് പറഞ്ഞാൽ ഒരാൾ 2 പേരെ വർത്തമാനം പറഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് ചോദിക്കാനും തർക്കിക്കാനും ഒക്കെ സമയം കൊടുക്കുന്ന ഏർപ്പാടാണ്. അപ്പം അതിന് പറ്റിയില്ലെങ്കിലും ഞാനൊന്ന് സദസ്സ് പരിചയപ്പെട്ടോട്ടെ. നമ്മുടെ DDUGKY കോർഡിനേറ്റർമാരൊന്ന് കൈപ്പൊക്കോ. ഓക്കെ, എല്ലാവരും ഇവിടെ ഉണ്ട്. കാരണം എല്ലാവരും ഇവിടെ വരാൻ ബാധ്യസ്ഥരാണ്. അതിന് TA ഉണ്ട്, അലവൻസ് ഒക്കെ ഉണ്ട്. ആകെയുള്ള ഔദ്യോഗിക ചുമതല നിങ്ങളുടെ ഈ സെമിനാറിൽ പങ്കെടുക്കലാണ്. അതുണ്ടായില്ല എന്ന് നിങ്ങളുടെ സഹപ്രവർത്തകരോട് പറയണം കേട്ടോ. ഞാനിതിങ്ങനെ പറയണതേ, ഇനി വരാൻ പോണ ഒരു വർഷം നമ്മൾ ഒരുമിച്ച് പ്രവർത്തിക്കാൻ പോവുകയാണ്. അതുകൊണ്ടാണ് ഈ പ്രത്യേക സ്നേഹം DDU കോർഡിനേറ്റർമാരോട്. RPമാർ എത്ര പേരുണ്ട്? RPമാർ കൈബുക്ക്? 1 2 3. ഡിസ്ട്രിക്ട് പ്രോഗ്രാം മാനേജേഴ്സ് പാതി പേര്. എന്തായാലും ഞാനത് അറിഞ്ഞെന്ന് കാണിച്ചതാണ്. കാരണം ഭാവിയിൽ നമ്മൾ ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ ഇത് ഞാൻ അനുവദിക്കില്ല എന്ന് പറയാനാണ്. ഇല്ല, നമ്മൾ തമ്മിൽ കൃത്യമായിട്ട് മനസ്സിലാക്കണം. കാരണം കേരളത്തിൽ തൊഴിൽ നൽകുന്നതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഏജൻസികളുണ്ട്. ആ എല്ലാ ഏജൻസികളെയും ഒരുമിച്ച് പ്രവർത്തിപ്പിക്കാനാണ് വിജ്ഞാന കേരളം ജനകീയ ക്യാമ്പയിന് രൂപം നൽകിയിരിക്കുന്നത്. നമ്മുടെ രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയാം? തൊഴിൽ ചെയ്യാൻ പ്രായമുള്ളവർക്ക്, ഒരു 14, 18, 15 വയസ്സിന് മുകളിലുള്ളവർ, ഒരു 60 വയസ്സിന് താഴെയുള്ളവർ, അവർക്ക് ജോലി കൊടുക്കാൻ പറ്റുന്നില്ലെന്നുള്ളത്. നിങ്ങളൊരു ഊഹം, നമുക്കൊരു വോട്ടെടുപ്പ് നടത്താം. ഈ 15 വയസ്സിനും 60 വയസ്സിനും ഇടയ്ക്ക് എത്ര ശതമാനം പേര് ഇന്ത്യയിൽ തൊഴിലെടുക്കുന്നവരായിട്ടുണ്ടാവും? 75% മുകളിൽ, 50% താഴെ, 50%-നും 75%-നും ഇടയ്ക്ക്. 3 ഉള്ളൂ ചോയ്സ്, മൾട്ടിപ്പിൾ ചോയ്സ് 3. ഞാൻ ഭയങ്കര ഗഹനമായ പ്രസംഗം നടത്താൻ ഉദ്ദേശിക്കുന്നില്ല. വർത്താനം അവിടെ നിന്ന് പറയാൻ പറ്റൂലെങ്കിലും കൈപൊക്കാലോ. എത്ര പേര് കരുതുന്നുണ്ട് 75%-ൽ കൂടുതൽ ആളുകൾക്ക് തൊഴിൽ നൽകുന്നുണ്ടെന്ന്? അവരൊന്ന് കൈപൊക്കാമോ? ആരും പൊക്കൂല, ഒന്നിനും പൊക്കൂല. ശരി, 50% മാത്രമേ തൊഴിലുള്ളൂ എന്ന് കരുതുന്നതിന് കൈപൊക്കാമോ? എനിപ്പടി?
നോ 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 നോ. അപ്പൊ ആർപ്പിക്ക് വാ, അയാള് വാ, ഫ്രണ്ടിലിരിക്കുന്നത് വരൂ. സം വോളണ്ടിയർ. ഞാൻ ക്ലൂ തരാമെന്ന് ഒന്ന് പറഞ്ഞു നോക്കൂ. എന്നിട്ട് ചോദ്യം മനസ്സിലായോ? 15 വയസ്സിനും 60 വയസ്സിനും ഇടയ്ക്കുന്നവര് ജോലിയെടുക്കാൻ പ്രാപ്തരാണ്. അവരെക്കുറിച്ച് പറയാം, വർക്കിംഗ് ഏജ് പീപ്പിൾ. ചൈനയില് അവരിൽ 70-75% പേരും തൊഴിലെടുക്കുന്നു. ബാക്കി 25% പഠിക്കുകയൊക്കെ ആയിരിക്കും. ഇന്ത്യയിൽ എത്ര ശതമാനമാണ് അങ്ങനെ തൊഴിലെടുക്കുന്നു? ശരിയായ ഉത്തരം പറയുന്ന ഒരാൾക്ക് എൻ്റെ ഒരു പുസ്തകം സമ്മാനം തരാം. എത്രയാ പറഞ്ഞു? അങ്ങ് താത്തിക്കളഞ്ഞ അത്ര മോശമാക്കല്ലേ. നമ്മളൊരു 40-നും 50-നും ആണ് കേട്ടോ. അങ്ങ് ബോംബെയില് ഉള്ള ഒരു കണക്കെടുപ്പ് സംഘമുണ്ട്, സെന്റർ ഫോർ മോണിറ്ററിംഗ് ഇന്ത്യൻ എക്കോണമി. അവർ പറയുന്ന 40% എന്നാണ്. ഇന്ത്യ സർക്കാരിന്റെ ഔദ്യോഗിക കണക്കുപ്രകാരം 50%. ചൈനയിൽ 75%. ഇപ്പൊ മനസ്സിലായില്ലേ? നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും വലിയ ദുര്യോഗം തൊഴിലെടുക്കാനുള്ള കായിക ശേഷിയുള്ള വയസ്സുള്ള ജനങ്ങളിൽ 40% തൊഴിൽ കൊടുക്കാൻ പറ്റുന്നുള്ളൂ. എന്തായിരിക്കും കാരണം? എന്തായിരിക്കും കാരണം? തൊഴിലുണ്ടാവണില്ല. കേരളത്തില് ഇപ്പൊ 15-20% താഴെ സ്ത്രീകൾ തൊഴിലെടുക്കാൻ പോണു. 15 ചിലര് പറയും. എന്തുകൊണ്ടാ? തൊഴിലെടുക്കാൻ പോയ തൊഴിൽ കിട്ടൂല, അതുകൊണ്ട് പിന്നെ എന്താ പണി? വീട്ടുപണി എന്ന് പറഞ്ഞിരിക്കും. എത്ര ശ്രമിച്ചാലും തൊഴിൽ കിട്ടില്ല എന്നുള്ളത് കൊണ്ട് വീട്ടിൽ ചടഞ്ഞുകൂടും, ചെറിയ കള്ളത്തരമൊക്കെ പറയും. എന്താ പണി? ബിസിനസ്സാണ്. എന്ത് ബിസിനസ്? ഒരു പെട്ടിക്കട ഉണ്ടാ. ചേട്ടനും ചേട്ടന്റെ അനിയനും അനിയന്റെ അനിയനും 3 പേരും എന്താ ചോദിച്ചാൽ ബിസിനസ്സാ പറയാ. തൊഴിലുണ്ടെന്ന് അടിച്ച് ജീവിക്കുകയാണ്. ഇതാണ് ഇന്ത്യയുടെ പരിതാപകരമായ അവസ്ഥ. അതിൽ കേരളത്തിനൊരു പ്രത്യേകതയുണ്ട്. ഇന്ത്യയില് 40-50% പേര് തൊഴിലെടുക്കുന്നു, അല്ലെങ്കിൽ തൊഴിൽ ആഗ്രഹിക്കുന്നവർ. അവരില് ഒരു 5-6% പേർക്ക് തൊഴിലില്ല, തൊഴിലില്ലാത്തവർ. കേരളത്തിലോ അവരുടെ ശതമാനം 15-20% പേര്. അപ്പൊ നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ പ്രശ്നം തൊഴിലില്ലായ്മയാണ്. അപ്പൊ നമുക്ക് നാടിനൊരു നാണക്കേടാണ് കേട്ടോ. കേരളം വലിയ കേമൊക്കെ പറയും, എല്ലാവർക്കും വിദ്യാഭ്യാസം നൽകി, എല്ലാവർക്കും ആരോഗ്യം നൽകി, എല്ലാവർക്കും പാർപ്പിടമായി, പിന്നെ ഏതാണ്ട് എല്ലാവർക്കും 1600 രൂപ പെൻഷൻ കൊടുക്കുന്നു. ഇതൊന്നും വേറെ ഇല്ലാത്തതാ. നമുക്ക് ക്ഷീണം പറ്റണമെന്നറിയോ? ഇവിടെ തൊഴിലുണ്ടാവുന്നില്ല. അപ്പൊ ഇനി അടുത്തതായിട്ട് കേരളത്തിൽ എന്താ വേണ്ടേ? ഈ ക്ഷേമ നേട്ടങ്ങളൊക്കെ നിലനിർത്തണം. പക്ഷേ നമുക്ക് തൊഴിലില്ലായ്മ പരിഹരിക്കണം. തൊഴിലില്ലായ്മ പരിഹരിക്കണം. അതിന് എന്ത് വേണം? എന്തെങ്കിലും തൊഴിലുണ്ടായ പോരാ. നമ്മുടെ ചെങ്ങന്നൂർ തന്നെ എത്ര ആളുകളാ പുറത്തുനിന്ന് വന്ന് ജോലി ചെയ്യണേ?
30 ലക്ഷം ആളുകൾ കേരളത്തിൽ വന്ന് ജോലി ചെയ്യുന്നുണ്ട് കേട്ടോ. ആ ജോലിയൊന്നും പഠിച്ച പിള്ളേര് ചെയ്യൂല കേരളത്തിൽ. അവർക്ക് പറ്റിയ തൊഴിലുകൾ നമ്മൾ കേരളത്തിൽ സൃഷ്ടിക്കണം. ഹരിപ്പാട് ചെയർമാനല്ലേ അല്ലേ? അപ്പം അത് സ്വപ്പം നീണ്ട പണിയാണ് കേട്ടോ. നമ്മുടെ അഭ്യസ്ത വിദ്യർക്ക് പറ്റിയ നല്ല വരുമാനമുള്ള തൊഴിലുണ്ടാക്കുന്ന വ്യവസായങ്ങൾ കേരളത്തിൽ വരണം. നമ്മുടെ കൃഷിയും മറ്റു മേഖലകളിലുമെല്ലാം ഇന്നുള്ളതിനേക്കാൾ നല്ല വരുമാനമുള്ള കൃഷി നടക്കണം. ഇതൊക്കെ ചെയ്യണമെങ്കിൽ പുതിയ സാങ്കേതിക വിദ്യ വേണം. അപ്പൊ അത് ചെയ്യാനാണ് നമ്മുടെ സർക്കാർ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കണേ. നമ്മുടെ കൃഷിയുടെയും വ്യവസായത്തിന്റെ എല്ലാം സാങ്കേതിക അടിത്തറ മാറ്റി നൂതനമായ നല്ല വരുമാനം സൃഷ്ടിക്കുന്ന സാങ്കേതിക വിദ്യകൾ കൊണ്ടുവരണം. അതിന് തടസ്സം നിൽക്കുന്ന 3 കാര്യങ്ങൾ. ഒന്ന്, നമ്മുടെ റോഡ് നന്നാവണം, ഇലക്ട്രിസിറ്റി കൃത്യമാവണം, വ്യവസായ പാർക്കുകൾ വേണം. ഇതൊന്നും ശരിയല്ലെന്ന് കേരളത്തിന് പുറത്ത് വണ്ടി ഓടുന്നതിൻ്റെ തീവണ്ടിയായാലും മോട്ടോർ കാറായാലും പകുതി വേഗതയിലെ കേരളത്തിൽ വണ്ടി ഓടുന്നു. നമ്മൾ കൂടംകുളത്തിലെ കരണ്ട് കൊണ്ടുവന്ന് മാടക്കത്ര വരെ കൊണ്ടുവന്നിട്ടുണ്ട്. അവിടെ നിന്ന് കൊണ്ടുപോകാനുള്ള ട്രാൻസ്മിഷൻ ലൈൻ ഇല്ല. ഉള്ളത് 240 kV ആണ്. പോരാൻ്റെ ഇരട്ടി ശേഷിയുള്ള ട്രാൻസ്മിഷൻ ലൈൻ വേണം. 1 കിലോമീറ്റർ ഇല്ല കേട്ടോ. നല്ലൊരു പോർട്ടുണ്ടായിരുന്നു കൊച്ചി. തമിഴ്നാട്ടിൽ നിന്നാണ് ഉൽപ്പന്നം വന്നുകൊണ്ടിരുന്നത്. ഇപ്പം അതെല്ലാം തൂത്തുക്കുടിയിലും മംഗലാപുരത്തുമാണ് പോണേ. ഇവിടെയുള്ള വ്യവസായ പാർക്ക് നോക്കൂ, പഴയ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ ഇത് പോണം, നന്നാവണം. അതിനുവേണ്ടി 10, 25, 50 വർഷം കാത്തിരിക്കാൻ പറ്റും. ഇന്ന് നന്നാവണം. എന്താ വഴി? അതിന് പണം ഉണ്ടാക്കാനാണ് കിഫ്ബി ഉണ്ടാക്കി. ഇത് നമ്മുടെ സ്റ്റേഡിയം അല്ലേ? പുതിയ സ്റ്റേഡിയം അല്ലേ? ഇത് തന്നെയല്ലേ സ്റ്റേഡിയം? എത്ര സ്റ്റേഡിയോ കേരളത്തിൽ വരണേ? എത്ര നല്ല റോഡുകൾ! 2 വർഷം കൂടി മതി കേട്ടോ. കേരളത്തിലെ അറ്റം മുതൽ മറ്റേ അറ്റം വരെയും ഈ 440 kV ട്രാൻസ്മിഷൻ ലൈനാവും. ഇതൊക്കെ പണിതുകൊണ്ടിരിക്കാൻ ഇതെല്ലാം പ്രശ്നമൊക്കെ കേന്ദ്ര സർക്കാർ ഉടക്കുണ്ടാക്കിയിട്ടുണ്ട്. അതിലേക്കൊന്നും ഞാൻ പോണില്ല. അപ്പൊ ഈ പശ്ചാത്തല സൗകര്യങ്ങളുടെ കുറവ് അത് നികത്താൻ പരിപാടി ഇട്ടിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, ഉയർന്ന സാങ്കേതിക വിദ്യകൾ വരണമെങ്കിൽ അതിനടിസ്ഥാനത്തിലുള്ള വ്യവസായങ്ങൾ ഉണ്ടാവണമെങ്കിലേ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖല വിജ്ഞാനം പകർന്നു കൊടുത്താൽ പോരാ, വിജ്ഞാനം ഉൽപ്പാദിപ്പിക്കണം. അപ്പോഴവിടെ പഠിക്കണ പിള്ളേര് നല്ല സ്റ്റാർട്ടപ്പൊക്കെ കൊണ്ടുവന്ന് അതിനെ വ്യവസായവൽക്കരിക്കൂ. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, കേരളം ക്ഷേമ നേട്ടങ്ങൾ ഉണ്ടാക്കിയത് വിദ്യാഭ്യാസം, ആരോഗ്യം, ഇതിൻ്റെയൊക്കെ ഭൂപരിഷ്കരണം. ഇതിനൊക്കെ അടിസ്ഥാനം എന്താ? നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസം. അതിന്ന് ഇന്ത്യയിൽ 1-ാം തരമാണ്. അതുപോലെ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസം 1-ാം തരമാണ്. എന്നാലേ കേരളം ഈ പുതിയ ഘട്ടത്തിലേക്ക് മാറൂ. മൂന്നാമതൊന്നുണ്ട്, പഠിച്ചിറങ്ങുന്ന പിള്ളേർക്ക് സ്കില്ലുണ്ടാവണം. ഈ ആധുനിക സാങ്കേതിക വിദ്യകളൊക്കെ ഉപയോഗിക്കാനുള്ള കഴിവുണ്ടാവണം, നൈപുണ്യം ഉണ്ടാവണം. അതിനടിസ്ഥാനത്തിലേക്ക് ജോലി മേടിച്ചു കൊടുക്കണം.
ഈ 3 കാര്യങ്ങൾ ചെയ്യണം. അത് 3 ചെയ്താൽ കേരളം മാറും, പുതിയൊരു ഘട്ടത്തിലേക്ക് പോകും. അതിനെ നമ്മൾ വിജ്ഞാന സമ്പദ്ഘടന എന്ന് പറയും. വിജ്ഞാനത്തെ അടിസ്ഥാനമാക്കിയുള്ള പുതിയൊരു സമ്പദ്ഘടന. അതില് നൈപുണ്യ പരിശീലനം നൽകി തൊഴിൽ നൽകാൻ വേണ്ടി ഒരു പ്രസ്ഥാനം കേരള സർക്കാർ ആരംഭിച്ചിരിക്കുകയാണ്. അതിൻ്റെ പേരാണ് വിജ്ഞാന കേരളം ജനകീയ ക്യാമ്പയിൻ. അങ്ങനെ ഇറങ്ങിയപ്പോ 2 കാര്യം കണ്ടു കേട്ടോ. ഒന്ന്, ഈ നൈപുണ്യ പരിശീലനം പഠിത്തം തീർത്താലും ചെയ്യാം, പഠിക്കണ സമയത്ത് ചെയ്താൽ എളുപ്പമാണ്. പിള്ളേർ പഠിക്കുകയല്ലേ, അതിനോടൊപ്പം ഒരു സ്കിൽ കോഴ്സ് കൂടി. പഠിച്ചിറങ്ങുമ്പോൾ ജോലിക്ക് പ്രാപ്തനായിരിക്കും, ജോലി കിട്ടണം. ഇതൊക്കെ ഇപ്പൊ നടക്കുന്നുണ്ട് കേട്ടോ. കഴിഞ്ഞ വർഷം നമ്മുടെ എഞ്ചിനീയറിംഗ് കോളേജിൽ 5885 കുട്ടികൾക്ക് പഠിച്ചിറങ്ങിയപ്പോൾ ജോലി കിട്ടി. 4835 കുട്ടികൾക്ക് പോളി പഠിച്ചിറങ്ങിയപ്പോൾ ജോലി കിട്ടി. കാത്തിരിക്കേണ്ടി വന്നില്ല. 5000 IT പിള്ളേരെ ക്യാമ്പസിൽ സെലക്ട് ചെയ്തു. എന്താ കാര്യം? ആ കുട്ടികൾ പഠിക്കണ സമയത്ത് ജോലി ചെയ്യാനുള്ള ഇതും കൂടി പഠിച്ചിട്ടുണ്ട്. അപ്പം അതിൽ നിന്ന് എന്താ വരണേ? നമ്മൾ പഠിച്ചിറങ്ങുന്ന കുട്ടികളൊക്കെ പഠിത്തം തീർക്കുമ്പോഴേക്കും ജോലിയിലേക്ക് നയിക്കുന്ന എന്തെങ്കിലും, മാഷിനിപ്പോ ഇത് പഠിപ്പിക്കാൻ എളുപ്പം, അന്നാ അത് പഠിപ്പിച്ചോ, പറ്റത്തില്ല. ജോലിയുമായി ബന്ധപ്പെട്ട് നൈപുണ്യ പരിശീലനം നൽകിയാൽ ജോലി കിട്ടും. അത് BComനും BAക്കും ഒക്കെ ഉണ്ട് കേട്ടോ. ഞാനൊരിക്കല് മന്ത്രിയായിരിക്കുമ്പോൾ ഏൺസ്റ്റ് ആൻഡ് യങ്കാരെ വിളിച്ചു. ഏൺസ്റ്റ് ആൻഡ് യങ് വെച്ചാൽ ലോകത്തെ ഏറ്റവും വലിയ കണക്കപ്പിള്ളമാരാ. അവർ 10,000 BComകാരെങ്കിലും ഒരു വർഷം എടുക്കും. അവരോട് പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിൽ ഒത്തിരി BComകാരുണ്ട്, അപ്പോൾ നിങ്ങൾ എടുക്കുമോ? അപ്പം അവർ പറഞ്ഞ്, പേര് ഞാൻ കോളേജിൻ്റെ പറയുന്നില്ല, നമ്മുടെ അടുത്തുള്ളൊരു കോളേജാണ് കോട്ടയത്തെ. അവിടുത്തെ കുട്ടികൾ അവിടുത്തെ കോഴ്സ് പോലത്തെ കോഴ്സാണെങ്കിൽ എടുത്തോളാം. അവരെന്താ, ഏൺസ്റ്റ് ആൻഡ് യങ്ങിന് അടുത്ത വർഷം എന്തൊക്കെ പ്രോഗ്രാമുകളാണ്, സോഫ്റ്റ്വെയറുകളെ ഉപയോഗിക്കുന്ന അത് പഠിപ്പിക്കും. അതുകൊണ്ട് കുട്ടികൾക്ക് ജോലി കിട്ടും. ഇങ്ങനൊരു മാറ്റം നമ്മുടെ ഉന്നത വിദ്യാഭ്യാസത്തിൽ വരണം. അതുകൊണ്ട് എന്താ ലക്ഷ്യമിട്ടിരിക്കണമെന്നറിയോ? അടുത്ത വർഷം ഓഗസ്റ്റ് ആവുമ്പോൾ കേരളത്തിൽ അവസാന വർഷം പഠിക്കണ മുഴുവൻ കുട്ടികൾക്കും ഡിഗ്രി, പോസ്റ്റ് ഗ്രാജുവേഷൻ, എഞ്ചിനീയറിംഗ്, പോളി, ITI അവർക്കൊക്കെ ജോലിയിലേക്ക് നയിക്കുന്ന ഒരു സ്കിൽ കോഴ്സ് പഠിപ്പിക്കും. എങ്ങനെ, എത്ര ഉറപ്പ്? കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അടക്കമുള്ള ഒരു മന്ത്രിമാരൊക്കെ ഇരിക്കല്ലേ, അവരൊക്കെ കമ്പനിയോട് പറയും, ഇങ്ങനെ 4000-8000 കോഴ്സ് ഉണ്ട്, ഏത് പഠിച്ചാൽ നിങ്ങളുടെ കമ്പനി ജോലി കിട്ടും. നമ്മുടെ സർക്കാർ 4000 കോഴ്സുകൾ കാശ് കൊടുത്ത് മേടിച്ചു വെച്ചിരിക്കുക. ഇതിലേത് പഠിച്ചാൽ കൊച്ചിന് ജോലി കൊടുക്കും എന്ന് ചോദിക്കും. ശരി, ഞങ്ങൾ പഠിച്ചിറക്കാം, നിങ്ങൾ തൃപ്തിയാണെങ്കിൽ എടുത്താൽ മതി. കേരളത്തിലെ കുട്ടികളൊക്കെ ഒരു സ്കിൽ കോഴ്സ് കൂടി പഠിക്കും. അപ്പൊ സംശയം വന്നാലോ? സംശയം എന്ന് വെച്ചാലേ ഓൺലൈനായിട്ടാ പഠിക്കണേ. മാഷന്മാരുടെ എല്ലാം പഠിപ്പിക്കാൻ പറഞ്ഞ പ്രശ്നവും അവർക്ക് 14 മണിക്കൂറിലേ പഠിപ്പിക്കത്തുള്ളൂ. അപ്പോൾ ഓൺലൈനായിട്ടാണ്. അപ്പൊ സംശയം വന്നാൽ പറഞ്ഞു കൊടുക്കാൻ മെന്റർ ടീച്ചർമാരുണ്ടാവും ക്ലാസ്സിൽ. തീർന്നില്ലട്ടാ. ഇപ്പൊ ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജ് നമ്മുടെ മാഷിന്തി ഇയാള് പ്രിൻസ് ഉണ്ട്, പിന്നെ നിങ്ങളുണ്ട്. ഞാൻ പറയട്ടെ, 1000 പിള്ളേര് ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജിൽ പഠിച്ചവര്
കേരളത്തിന് പുറത്ത് വിദേശത്തും മറ്റ് സംസ്ഥാനങ്ങളിലുമായിട്ട് ഒന്നെങ്കിൽ പ്രൊഫഷണൽ ജോലി, അതിന് അക്കാഡമിക് ജോലി ചെയ്യുന്നവരായിട്ടുണ്ടാവില്ലേ? അവരോട് ഇപ്പം നിങ്ങളെന്താ പറയണമെന്നറിയോ? നമുക്കൊരു വെയിറ്റിംഗ് ഷെഡ് പണിയണം, ഇവിടെ ഒരു ക്ലാസ് മുറി വേണം എന്നല്ലേ പറയണത്? നിങ്ങളുടെ കോളേജ്, ചെങ്ങന്നൂർ കോളേജ് അലുമിനി MLA-യും മന്ത്രിയും പങ്കെടുക്കും. അലുമിനിയെ മുഴുവൻ വിളിച്ചിട്ട് നിങ്ങൾ പഠിച്ച കോളേജിൽ നിങ്ങളുടെ ക്ലാസ് മുറിയിൽ ഇരുന്നാൽ നിങ്ങളുടെ ഇന്നത്തെ തലമുറയ്ക്ക് ഒരു കൈസഹായം വേണം. അവൻ ജോലിക്ക് വേണ്ടി ഒരു കോഴ്സ് പഠിക്കുക, ആഴ്ചതോറും അരമണിക്കൂർ സൂം മീറ്റിംഗ്, വേറെ സംഭാവന നൽകണ്ട, നിങ്ങളൊന്ന് സംസാരിക്കുക, വല്ല സംശയം ഉണ്ടെങ്കിൽ തീർത്തു കൊടുക്ക്. അയാൾ ചെയ്യുന്ന ജോലിയുമായി ബന്ധപ്പെട്ടുള്ള കോഴ്സ് പഠിക്കുന്ന കുട്ടിയെ കൊടുക്കത്തുള്ളൂ. ഒരു 50,000 വെണ്ടർമാരെ ലോകത്തെമ്പാടുന്നു. നമ്മുടെ കേരളം മാറാൻ പോയാണ്, ഇങ്ങനെ കിടക്കില്ല, മാറ്റാൻ വേണ്ടിയിട്ട് ലോകത്തെമ്പാടുമുള്ള മലയാളികൾ മാത്രമല്ല, ബാക്കി വരും. ബോംബെയിൽ ഇതിനെക്കുറിച്ച് ഞാനൊരു പ്രഭാഷണത്തിന് പോയി, മലയാളികളോടാ. ഒരു വടക്കേന്ത്യക്കാരൻ പ്രൊഫസർ IIT അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം വന്ന് പറഞ്ഞ് ഞാനുണ്ട്, അദ്ദേഹത്തിൻ്റെ വിഷയമൊക്കെ പറഞ്ഞ് നിങ്ങൾ എന്നെ മെൻറ്ററാക്കിക്കോ, ഞാൻ പഠിപ്പിക്കാം. ഈ കേരളം എന്ന് പറയുന്നുണ്ട് ലോകത്ത് വ്യത്യസ്തമായൊരു ലോകമാണ് കേട്ടോ. ഈ ട്രംപിൻ്റെയൊക്കെ കാലത്ത് ഇതുണ്ടല്ല, ഒരു അത്ഭുതമാണ്, വിസ്മയകരം. എൻ്റെ ഒരു പുസ്തകമുണ്ട്, കേരള അനദർ പോസിബിൾ വേൾഡ്, സാധ്യമായ മറ്റൊരു ലോകം. അപ്പം ഞാൻ വിചാരിച്ചു നമ്മൾ മാസിസ്റ്റൊക്കെ ചെയ്തുകൊണ്ടെങ്കിൽ അതിൽ കവിഞ്ഞിങ്ങനെ അപ്പോഴാണ് തീർത്ഥങ്കർ റോയ്, കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി, എൻ്റെ സഹപാഠിയായിരുന്നു, അവിടുത്തെ പ്രൊഫസറാണ്. നമ്മുടെ പ്ലാനിംഗ് ബോർഡ് മുമ്പ് രവിരാമനുമായിട്ടൊരു പുസ്തകം, കേരള ദ മിറക്കിൾ സ്റ്റേറ്റ്. ഇതൊക്കെയാണ് വചനങ്ങൾ കേരളത്തെക്കുറിച്ചുള്ളത്. നമുക്ക് സ്വപ്പം വില കുറവാണ്, നമ്മൾക്ക് ചിലർക്ക് ഇത് കേരളമാണ് അങ്ങനെ വിളിക്കുന്ന ചിലരുണ്ട്. പക്ഷെ കേരളത്തെക്കുറിച്ച് കാണുന്നത് ഇങ്ങനെയാണ്, ഇവരെയൊക്കെ അണിനിരത്തി നമ്മൾ കേരളത്തിലെ പിള്ളേരെ പഠിപ്പിക്കുന്നു. സ്കില്ലിയെ മാത്രമല്ല, ജോലിയും മേടിച്ചു കൊടുക്കും. കാരണം ആ കോഴ്സുകൾ കമ്പനിയോട് ചോദിച്ചിട്ട് വെക്കുന്നു. പക്ഷെ പിള്ളേര് പഠിക്കണ്ടേ, വരണ്ടേ? ഇംഗ്ലീഷിൽ ചൊല്ലുണ്ട്, കുതിരയെ വെള്ളത്തിൻ്റെ അടുത്ത് കൊണ്ടുപോകാം, കുടിക്കും എന്ന് ഉറപ്പ് വരുത്താൻ പറ്റില്ല, അത് കുതിര തീരുമാനിക്കണ്ടേ. നമ്മുടെ പിള്ളേർ പഠിക്കുമെന്ന് ഉറപ്പെന്ത്? അതിനാണ് ഈ വർഷം 25,000 കുട്ടികളെ സാമ്പിൾ പൈലറ്റ് പ്രൊജക്റ്റ് തുടങ്ങിക്കഴിഞ്ഞു. 6,235 എഞ്ചിനീയറിംഗ് കുട്ടികൾ ചേർന്ന് കഴിഞ്ഞു. അടുത്ത ആഴ്ച ഒരു 5,000, ഒരു 10,000 ITI പോളി വിദ്യാർത്ഥികൾ ചേരും. 16,000 ഇല്ലേ, പിന്നെ 10,000 അല്ലേ? അത് നമ്മുടെ കോളേജുകളിൽ നിന്ന്. ചെങ്ങന്നൂർ കോളേജിൽ എത്ര വേണമെങ്കിൽ പറയണം കേട്ടോ മാഷെ. ഞങ്ങൾ 3,000 പേരെ ചേർന്ന് എല്ലാവരും എടുത്ത് ചേർക്കുകയൊന്നും വേണ്ട. പഠിക്കാൻ തയ്യാറുള്ളത്, പഠിത്തം ഇത് കഴിഞ്ഞാൽ ജോലിക്ക് പോകാൻ തയ്യാറുള്ളത്. 25,000 പിള്ളേരെ സാമ്പിൾ പൈലറ്റ് പ്രോജക്റ്റിലെടുത്താൽ അത് 24,000 പേർക്കും ജോലി കിട്ടിയാലുണ്ടല്ല, പിന്നെ വീട്ടിലെ അച്ഛനും അമ്മയൊക്കെ മക്കളോട് പറയും, എടാ മോനെ ഈ ഡിഗ്രിക്ക് പഠിക്കാതെ നീ ആ ജോലിക്ക് പഠിക്കും. നാട്ടുകാർ പറയും പഠിക്കാൻ നടക്കുക, ജോലി വേണ്ട നിനക്ക്, നോക്കിക്കോളൂന്ന്. അടുത്ത വർഷം 5 ലക്ഷം കുട്ടികൾ പഠിക്കും, അങ്ങനെ അവർക്ക് ജോലി കൊടുക്കും. ഇത് പറയാനല്ല DDG-AK വിളിച്ചത്. ഇത് പറയാനല്ല കേട്ടോ വിളിച്ചത്, വേറൊരു ശാഖയുണ്ട്. ഇതിപ്പോ പ്രൊഫസർമാരും ബാക്കിയുള്ളവരും ചെയ്യണില്ല, നമ്മളെന്ത് ചെയ്യാൻ? ആകെയുള്ള അടുത്ത ഓണത്തിന്, ഓഗസ്റ്റിലല്ലേ കോഴ്സ് ആരംഭിക്കുന്ന, എല്ലാ വീട്ടിലും കയറി പയ്യൻ പഠിക്കാൻ ചേർന്ന ജോലിക്ക്
എന്ന് ചോദിക്കണം. അത് നമുക്കൊരു പരിപാടി ഇട്ടുള്ള എല്ലാവരും കൂടി ചേർന്ന്. വേറൊന്നുണ്ട്, പഠിത്തം കഴിഞ്ഞ് പുറത്തു നിൽക്കുന്നവർ, അവർക്ക് ജോലി കൊടുക്കാൻ ഒത്തിരി സ്ഥാപനങ്ങളുണ്ട്. ഒന്ന് ഇവിടെ സന്നിഹിതരാവണമെന്ന് പറഞ്ഞ DUDG-KY നമ്മുടെ കോർഡിനേറ്റർമാര്, RPമാര്, ഡിസ്ട്രിക്ട് പ്രോഗ്രാം മാനേജർ, ഇവരെല്ലാം അടങ്ങുന്ന സംഘം നിങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ സ്കിൽ കോഴ്സ് ബ്ലോക്കിൽ നടത്തുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ കുട്ടിക്കും ഉദാരമായ സഹായമുണ്ട്. നടക്കുന്നു. ഞാനത് ക്രിറ്റിസിസം നടത്തുന്നില്ല. ഒന്ന്. പിന്നെ ആരാ? അസാപ്പുണ്ട്, ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ. അവർക്കാണെങ്കിൽ നല്ല കെട്ടിടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാ ജില്ലയിലുണ്ട്. ഒരു 20-30 കോടി രൂപ ചെലവ് വന്ന കെട്ടിടങ്ങളും സൗകര്യങ്ങളും. കേസ് ഉണ്ട് ലേബർ വകുപ്പിന്റെ കീഴിൽ. പിന്നെ ഏറ്റവും അവസാനം സർക്കാർ ആരംഭിച്ച കേരള നോളജ് എക്കണോമി മിഷന്. തീർന്നില്ല, നമ്മുടെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ഉണ്ട്. അവർ സർക്കാരിലേക്ക് കൊടുക്കുക മാത്രമല്ല, എംപ്ലോയബിലിറ്റി ട്രെയിനിങ് നടത്തുന്നുണ്ട്. അവരുണ്ട്. പിന്നെ പറഞ്ഞു വരികയാണെങ്കിൽ LBS, IHRD ഇവരൊക്കെ ഇങ്ങനെയുള്ള ഒരു പണികളൊക്കെ ചെയ്യുന്നു. ഇങ്ങനെ ഒറ്റക്കൊറ്റക്ക് നടന്നുള്ള ശീലം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു. എല്ലാവരും കൂട്ടായിട്ട് പ്രവർത്തിക്കണം. ഒറ്റക്കൊട കീഴിൽ. അതാണ് വിജ്ഞാന കേരളം. ഇപ്പൊ നമുക്ക് പ്രത്യേകിച്ച് അക്കൗണ്ടബിലിറ്റി ഒന്നുമില്ല, മാറും. എല്ലാവരും ഇപ്പൊ ചെയ്യുന്ന പണി ചെയ്തോട്ടോ, അതിനൊന്നും തടസ്സമില്ല. പക്ഷേ ഒരുമിച്ച് ചേർന്ന് ചെയ്യും. ആലപ്പുഴയിൽ നമ്മുടെ സമ്മേളനം ആലപ്പുഴയിൽ ഫെബ്രുവരി 15 തൊഴിൽ മേളയാണ്. 4.5 ലക്ഷം തൊഴിലുകളുണ്ട്. 1-2 അല്ല. ഇവിടെ ഇപ്പം ആകെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്, നേരത്തെ രജിസ്റ്റർ ചെയ്ത 25,000 പേരും ഇപ്പോ കഴിഞ്ഞ 2-3 ആഴ്ചയിൽ രജിസ്റ്റർ ചെയ്ത 9,000 പേരും. അത്രേ ഉള്ളൂ. 4 ലക്ഷം തൊഴിലിരിക്കുക. തൊഴിലില്ലാത്തതല്ലാട്ടാ. ഒന്നും അറിയണില്ല ഇങ്ങനെ ഒന്നുണ്ടെന്ന്. അറിഞ്ഞാൽ പിന്നെ എങ്ങനെയാണത് തൊഴിൽ നേടിക്കുക? അതിനെന്ത് ചെയ്യണം? രജിസ്റ്റർ ചെയ്യണം, തൊഴിലിന് അപേക്ഷിക്കണം. അത്ര എളുപ്പമൊന്നുമല്ല. വെള്ളക്കടലാസിൽ അപേക്ഷിച്ചാൽ പോരാ, അതിൻ്റെ കൃത്യമായിട്ടുള്ള ഫോർമാറ്റിൽ അപേക്ഷിക്കണം. ഇനി അപേക്ഷിച്ച് ജോലിക്ക് പോകാൻ നേരത്തെ മനസ്സിലാവണേ ഇംഗ്ലീഷിലാണ് ചോദ്യം. അതുകൂടി തീർന്നു. മുണ്ടൂല, വാതുറക്കാൻ പറ്റൂല. ഇനിയിപ്പോ സ്കില്ലൊന്നും ചെയ്തിച്ചില്ലെങ്കിലും ഇംഗ്ലീഷിൽ ഗുഡ് മോർണിംഗ് ഈവനിങ്ങും ഒക്കെ പറഞ്ഞ് വർത്താനം തട്ടിമൂളിക്കാൻ അടിച്ചങ്ങ് മാറണമെന്ന് അറിയാമെന്ന് വെച്ച് അതിനുള്ളൊരു തൻ്റെ ഉണ്ടാക്കി കൊടുക്കണ്ടേ കയറുന്നതിന് മുമ്പ്? ഏറ്റവും പ്രധാനപ്പെട്ടെന്നറിയോ? പത്തനംതിട്ടയിലെ കാര്യം പറഞ്ഞല്ല, അപേക്ഷിച്ചവർ പാതിപ്പേര് പോലും വരൂല ഇന്റർവ്യൂവിൽ. മുങ്ങിക്കളയും. ധൈര്യമില്ല അതിന്. അപ്പോഴുണ്ടല്ല, ഇത് എളുപ്പപ്പണിയല്ല. ഇവരെ കൈക്ക് പിടിച്ചു കൊണ്ടുവരണം, വിശ്വാസം കൊടുക്കണം. കിട്ടിയില്ലെങ്കിൽ പറയണം അത് പോട്ടെ എന്ന്. ഓരോ അഭിമുഖം കഴിയുമ്പോഴും എംപ്ലോയർ എഴുതി കൊടുക്കും, തനിക്ക് ഭാഷാ വൈഭവം പോരാ, ഡൊമൈൻ നോളജ് പോരാ, അല്ലെങ്കിൽ ഇങ്ങനെ കുറവ് അങ്ങനെ കുറവ്, കുറിപ്പ് തരും.
അത് വെച്ച് ഈ ഉദ്യോഗാർത്ഥിയെ നമ്മൾ കണ്ടു പറയണേ പേടിക്കണ്ടെന്ന് നമ്മൾ നേരെയാക്കാം. ജോലി കിട്ടുന്നവരും കൂടി ഉണ്ടാവും, കൂടെ കൂട്ടിക്കൊണ്ടുപോകണം. ഇതിന് ചെറിയ എണ്ണം പോരാ. ദേ നോക്കിക്കേ, എണ്ണ ആളുകൾ പോരാ. 15-ാം തീയതി മേള നടക്കുന്നത്. എന്തൊക്കെ തൊഴില്! 2000 പേര് ജപ്പാനിലേക്ക്, ഓസ്ട്രേലിയയിലേക്ക്, ജർമ്മനിയിലേക്ക് നേഴ്സുമാർ വേണം. ഈ നേഴ്സുമാർ 12,000-15,000 രൂപ മേടിച്ചിരിക്കുന്നവർക്ക് ഒരു താല്പര്യം കാത്തിരിക്കുകയല്ലേ. അവരിന്ന് ബന്ധപ്പെട്ട് പറയണ്ടേ, ഇങ്ങനൊരു കാര്യമുണ്ട്, നിങ്ങളൊന്ന് അപേക്ഷിക്കേ. നോക്കിക്കേ, ഓസ്ട്രേലിയയുടെ കാര്യം എനിക്കറിയാം കൃത്യം. അവരെന്നെ ഒന്ന് കണ്ടിരുന്നത്. ഫ്ലൈറ്റ് ചാർജും എടുത്ത് വെച്ചാൽ മതി, വേറെ ഒന്നും കൊടുക്കണ്ട. അവിടെ ചെന്നാൽ ജോലിയുണ്ട്, ചെലവ് കഴിഞ്ഞ് 1,00,000 രൂപ അയക്കാം. ആ സമയത്ത് പഠിക്കല. 2 വർഷത്തിനുള്ളിൽ നേഴ്സിംഗ് സർട്ടിഫിക്കറ്റ് കിട്ടും, പ്ലസ് എൽസ്, ഇംഗ്ലീഷ് സാഹിബിനെ പോലെ പറയാൻ പഠിക്കും. പിന്നെ എവിടെ പോയും ജോലി ചെയ്യാം കേട്ടോ. ഒരു ഖത്തർകാരൻ വന്നു, 300 വെൽഡർമാരെ വേണം. പക്ഷെ നമ്മുടെ ഈ വെൽഡിങ് പോരാട്ടോ. വെൽഡ് ചെയ്ത് കഴിയുമ്പോൾ അതിനുള്ളിൽ എയർ കൊമളയൊന്നും ഉണ്ടാകാൻ പാടില്ല, വായു ഉണ്ടാകാൻ പാടില്ല. എണ്ണ പൈപ്പ പൊട്ടും. അതിന് പുതിയ സാങ്കേതിക വിദ്യ. അപ്പൊ ഇയാൾ പറയണ വെൽഡിങ് പഠിച്ച ആള് മതി, ഞാൻ കൊണ്ടുപോയി പഠിപ്പിച്ചോളാം. അതിന് അയാളുടെ സ്കൂളൊക്കെ ഉണ്ട്. അവിടെ പഠിക്കണ കാലത്തും ജോലി ചെയ്യണ കാലത്തും 35,000 രൂപ കിട്ടും. എല്ലാ ചെലവും കഴിഞ്ഞ്, ഭക്ഷണം താമസം കഴിഞ്ഞ്. നിങ്ങളിതിൽ സ്കിൽഡ് എക്സ്പീരിയൻസ് 2 വർഷമായി കഴിഞ്ഞാൽ എവിടെയെങ്കിലും പോയിക്കൂടെ ജോലിക്ക്? ഇത് പറയണ്ടേ? വെൽഡിങ് പഠിച്ചിറങ്ങിയ മുഴുവൻ കുട്ടികളോടും, വർക്ക്ഷോപ്പിൽ ജോലി ചെയ്യുന്ന കുട്ടികളോടൊക്കെ ദേ ഇങ്ങനെയുണ്ട് എന്നാരെങ്കിലും പോയി പറയണ്ടേ? ഈ നേഴ്സുമാരുടെ വർത്താനം പറയണ്ടേ? ITI പാസ്സായി ഇരിക്കുന്നവരുടെ ഓരോരുത്തരോടും വർത്താനം പറയണ്ടേ? ഈ വർത്താനം പറയാൻ ആള് വേണമെന്ന്, കൈക്ക് പിടിക്കാൻ ആള് വേണം, തോളത്ത് കൂട്ടിക്കൊണ്ടുവരാൻ ആള് വേണം. അതുകൊണ്ടാണ് കേരള സർക്കാർ തീരുമാനിച്ചത്, കുറച്ച് RP-മാരോ ആളുകളോ മുകളിലിരുന്ന് കഴിഞ്ഞാൽ നടക്കില്ല. ജനകീയ പ്രസ്ഥാനമാണ്. ജനകീയ പ്രസ്ഥാനത്തിന്റെ ലക്ഷണം എന്താ? ഒത്തിരി പേര് പണിയെടുക്കാനുണ്ടാവും കേട്ടോ. കാശ് വേണ്ടിയിട്ടെന്നല്ല, പണിയെടുക്കണത് രസമായിട്ട് ചെയ്യണത്. ഇരിക്കുന്ന ജോർജ് വർഗീസ് ഗൾഫിലൊക്കെ പോയിട്ട് വന്നിരിക്കുക, ഇങ്ങനെ നടക്കുന്നു. തൊട്ടപ്പുറത്തിരിക്കുന്നത് നമ്മുടെ രാജകോൾ സാർ MLA ആയിരുന്നു, ഇതാ വന്നിരിക്കുകയാണ്. പത്തനംതിട്ടയെല്ലാം RP-മാരാണ്. നിങ്ങൾ ചെയ്തൊക്കെ എന്തിനു ഈ മനുഷ്യൻ ഈ പ്രായത്തിൽ വന്നിട്ട് ഇങ്ങനെ ഇരിക്കണം? പറ. ഞാൻ ഇദ്ദേഹത്തെ 1995-ലാണ് എഴുവേലി കാണുന്നത് കേട്ടോ. അന്ന് പഞ്ചായത്ത് പ്രസിഡന്റാ, വിഭവൂടോട്ട് പോയതാ. അന്ന് മുതലുണ്ട് കേട്ടോ രംഗം, ഇനിയുണ്ടാവും. എന്തിനാ ഇവർ ചെയ്യണേ? എന്തിനാ അവർ വരണേ? ആ പണി ചെയ്യുന്നതിലൊരു രസമുണ്ടെന്ന്. ഓരോരുത്തർക്കും ഓരോ രസമാണ്. രാഷ്ട്രീയ പ്രവർത്തകർ പലരും ഇവിടെ ഇരിപ്പുണ്ട്. തെരഞ്ഞെടുപ്പൊക്കെ വരുമ്പോൾ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ പുറത്തുള്ള രാഷ്ട്രീയം ഇല്ലാത്തൊരാൾക്കും മനസ്സിലാവും ഈ ഓട്ടത്തിന്റെ എന്ന് വെച്ച് ഭയങ്കര ത്യാഗമാണ്. നമ്മൾ രസിച്ചാ ഫൈറ്റ് ചെയ്യണം കേട്ടോ. ത്യാഗം സഹിക്കണമെന്ന് ആരെങ്കിലും പറഞ്ഞ അവനെ സൂക്ഷിച്ചോട്ടാ. കാരണം വെച്ചാൽ ത്യാഗം സഹിച്ചില്ലേ, അതിന്റെ പ്രതിഫലം കിട്ടണം. അത് നോക്കൂ. അത് ചെയ്യുന്ന പണിയിൽ രസമുള്ളവരാണെങ്കിലോ കിട്ടിക്കഴിഞ്ഞെന്ന് പ്രതിഫലം. അങ്ങനെയുള്ള മനുഷ്യന്മാരേറെയുണ്ട് ഈ കേരളത്തില്. അക്ഷരം പഠിപ്പിക്കാനേ
ഈ പഠിപ്പിക്കാൻ 1.25 ലക്ഷം ആളുകൾ ഇറങ്ങിയതല്ലേ. ഈ ജനകീയ ആസൂത്രണം എന്ന് പറഞ്ഞ് KRP, DRP, LRP വലിയ എത്ര പേര് ഇവിടെ ഇരിക്കുന്ന പഴയ പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ അവർക്കറിയാം. എന്തെങ്കിലും കൊടുത്തിട്ടാ? അപ്പൊ അങ്ങനെയുള്ള മനുഷ്യന്മാരുടെ നാടാണ് കേരളം. അതുകൊണ്ട് സർക്കാർ ചിന്തിക്കുന്നത്, പ്രിയ ടീച്ചറെ അവിടെ ഇരിക്കും, MLA അപ്പം സജീവനൊക്കെ വിളിച്ചു വരാൻ പറഞ്ഞ. അപ്പോൾ നോക്ക്, ഇങ്ങനെയുള്ള ഒത്തിരി മനുഷ്യന്മാരുണ്ട്, ഇവരെ കൊണ്ടുവരണം. ഇവരെ സഹായിക്കല നമ്മുടെയൊക്കെ കടമ. അത് തലേ കയറണം. ആരുടെ? അത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ആയാലും, അസാപ്പായാലും, KKM ആയാലും, DDU ആയാലും, അങ്ങനത്തെ ഒരു ജനകീയ പ്രസ്ഥാനം. ഒരു മേള കഴിഞ്ഞാൽ അതിൻ്റെ പാഠങ്ങൾ പഠിച്ച്, പിന്നെ ഇവിടെ സ്വാഗതം പറഞ്ഞ പോലെ മാസത്തിൽ 2 വീതം, ഏപ്രിൽ മുതൽ 2 വീതം ഉണ്ടാവും. അതിനിടയ്ക്ക് ഒരു കമ്പനി വരികയാണ്, ഞങ്ങൾക്ക് ഇത്രയും പേരെ കൂടി വേണം. അത് ശരി, ഈ പ്രദേശത്ത് കൂടുതൽ ആൾക്കാർ രജിസ്റ്റർ ചെയ്തവരൊക്കെ കമ്പ്യൂട്ടറിലുണ്ട്, നമുക്ക് നോക്കിയറിയാം എവിടെയാണ് ഈ ആൾക്കാരുള്ളത് കൂടുതലെന്ന്. അവിടെ വെച്ച് ചെറിയ തൊഴിൽ മേള നടക്കും. അങ്ങനെ ഒരു വർഷം കൊണ്ട് ഒരു 5 ലക്ഷം പേര് ഒരു കൈ നോക്കിക്കളയാം. കേരളം ഒരുമിച്ച് നിന്നാൽ പറ്റുമെന്ന്. അതാണ് വിജ്ഞാന കേരളം ജനകീയ ക്യാമ്പയിൻ. കോളേജിൽ പഠിക്കുന്നൊരു സ്കില്ല് ചെയ്യാൻ, എന്നിട്ട് ജോലി കൊടുക്കുക. കോളേജ് പഠിത്തം കഴിച്ചവരെ അവർക്ക് ഓറിയന്റേഷൻ നൽകി, വേണ്ടി വന്നാൽ ഇപ്പോൾ DDUലൊക്കെ ചെയ്യുന്ന പോലെ സ്കില്ലിങ് നൽകി തൊഴിൽ കൊടുക്കാൻ. അതിന് പറ്റുന്ന സ്കില്ല് തന്നെ വേണം. അതിന് കമ്പനിയായിട്ട് ധാരണയിലെത്തണം. ഇതൊക്കെ ചെയ്യാൻ പറ്റുന്ന വലിയൊരു പ്രസ്ഥാനം. അപ്പം അതിനെക്കുറിച്ച് ഇന്നിവിടെ ചർച്ചക്കെടുത്തത് ഏറ്റവും നന്നായി. കാരണം നമ്മുടെ ജില്ലയിലാണ് ഇതാദ്യം നടക്കാൻ പോണ ആദ്യത്തെ മേള. ഇവിടെ നമുക്ക് ഒരു 10,000 പേർക്ക് ജോലി കൊടുക്കാൻ കഴിഞ്ഞാൽ പിന്നെ കേരളം ഇലക്ട്രിഫൈഡ് ആവും കേട്ടോ. പിന്നെ നാട് ഉണ്ടാക്കുക. പിന്നെ ഒരു കാര്യം എനിക്കൊരു സംശയമില്ല കേട്ടോ. ഇപ്പം ഹരിപ്പാട് ചെയർമാൻ ഇവിടെ ഇരിപ്പുണ്ട്. ഹരിപ്പാട് ചെയർമാൻ 1000 പേർക്ക് ജോലി കൊടുത്തിട്ടുണ്ടെങ്കിൽ കായംകുളം ചെയർമാന് വെറുതെ ഇരിക്കാൻ പറ്റും? വെറുതെ ഇരുന്നിട്ട് ഇലക്ഷന് പോകാൻ പറ്റും? ഈ കോമ്പറ്റിറ്റീവ് പൊളിറ്റിക്സ് നമുക്ക് ക്രിയാത്മകമായിട്ട് ഉപയോഗിക്കാമെന്ന്. ആ ജില്ലയിൽ നടന്ന് ഈ ജില്ലയിൽ നടന്നില്ല, മറുപടി പറയേണ്ടി വരും പൊളിറ്റിക്കൽ. അതുകൊണ്ട് നിഷേധാത്മക രാഷ്ട്രീയമായിരിക്കില്ല, ക്രിയാത്മക രാഷ്ട്രീയമായിരിക്കും മുന്നിൽ നിൽക്കുന്നത്. അതാണ് ജനകീയ ആസൂത്രണത്തിൽ കണ്ടത്. ഒരു എതിർപ്പുണ്ടായില്ലല്ലോ. കാരണം വേറെ ഭരിക്കുന്ന പാർട്ടിയിൽ നിന്ന് വ്യത്യസ്തമായ പാർട്ടിയാണ് ഭരിക്കുന്നതെങ്കിലും അവർക്കും തുല്യ അവകാശമുണ്ട്. പ്ലാൻ ഉണ്ടാക്കിയ പണം അവർക്ക് കിട്ടും, അധികാരം കിട്ടും. നമ്മളപ്പോൾ പ്രവർത്തിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ വാർഡിലുള്ളവർക്ക് ജോലി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ജനകീയ അംഗീകാരമാണ്, ജനം കൂടും. ഇതാണ് എൻ്റെ ഡൈനാമിക്സ് കിട്ടുന്നത്. അതുകൊണ്ട് കേരളത്തിലെ നിഷേധാത്മക രാഷ്ട്രീയത്തിലൊന്നും എനിക്ക് അത് വല്ലതിനെ സ്വാധീനിക്കുമെന്ന് ഒരു ചിന്ത പോലും ഇല്ല. നമ്മുടെ കേരളത്തെ ഒരു പുതിയ വിധാനത്തിലേക്ക്,
ഇപ്പോൾ ഉള്ളത് മോശമായിട്ടൊന്നല്ല. ഞാൻ പറഞ്ഞല്ലോ മിറക്കിൾ സ്റ്റേറ്റ്, ഞാൻ പറഞ്ഞല്ലോ അനദർ പോസിബിൾ വേൾഡ്. എന്തൊക്കെയാണ് കേരള മോഡൽ? എന്താത്? ഇവിടെയുള്ള മനുഷ്യന്മാർക്കെല്ലാം സ്വല്പം തൊഴിൽ കുറഞ്ഞാൽ പോലുണ്ടല്ലോ എല്ലാവർക്കും മനുഷ്യനായിട്ട് അഭിമാനത്തോടെ ജീവിക്കാൻ പറ്റുന്ന സാഹചര്യം മാറി മാറി വന്ന സർക്കാരുകൾ ഈ കേരളത്തെ സൃഷ്ടിച്ചിട്ട് ഇന്ത്യ സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടില്ല. നമ്മൾ സൃഷ്ടിച്ചു. ഇനി നമ്മൾ അടുത്ത ഘട്ടത്തിലേക്ക് പോവുകയാണ്. ഈ ക്ഷേമ സൗകര്യങ്ങളൊക്കെ നിലനിർത്തിക്കൊണ്ട്, അത് വലിയ ഇഫാണ് കേട്ടോ, ഇതൊക്കെ നിലനിർത്തിക്കൊണ്ട് തൊഴിലില്ലായ്മ പരിഹരിക്കാം, അതിന് പറ്റുന്ന നല്ല തൊഴിലുകൾ സൃഷ്ടിക്കാം. അങ്ങനെ ഒരു പുതിയ കേരളത്തെ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള വലിയ യജ്ഞമാണ് ഈ വിജ്ഞാന കേരളം ജനകീയ ക്യാമ്പയിൻ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ സെമിനാർ ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്യുന്നു.